നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കൊറിയൻ ലാലേട്ടൻ എന്നറിയപ്പെടുന്ന ഡോൺലിയെ പറ്റിയാണ്. ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും അനിമൽ സിനിമയുടെ ഡയറക്ടറായ സന്ദീപ് വാങ്കാറെഡ്ഡിയുടെ പ്രഭാസുമായുള്ള പുതിയ സിനിമയിൽ ഡോൺലി വില്ലനായി വരുന്നു എന്നുള്ള ന്യൂസാണ് കേൾക്കുന്നത്. ഇത് നിലവിലൊരു റൂമർ മാത്രമാണ്, എവിടെയും കൺഫേം ചെയ്തിട്ടില്ല. ഡോൺലി ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. മാഡോങ് സോക്ക് ഡോൺലി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഒരു കൊറിയൻ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആണ്. ഇദ്ദേഹത്തിന്റെ ചില ബോഡി ലാംഗ്വേജും ചില ഫേഷ്യൽ എക്സ്പ്രഷൻസും നമ്മുടെ ലാലേട്ടനുമായി മാച്ച് ആവുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൊറിയൻ ലാലേട്ടൻ എന്ന് വിളിക്കുന്നത്. ട്രെയിൻ ടു ബുസാൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പെട്ടെന്ന് മനസ്സിലാവും. കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ട്രെയിൻ ടു ബുസാൻ വളരെ മികച്ച ഒരു സോംബി ത്രില്ലർ സിനിമയാണ്. ഇദ്ദേഹത്തിന്റെ മികച്ച ഫൈറ്റ് സീനുകൾ നമുക്കതിൽ കാണാം. ഇതുപോലെ ഇൻസ്റ്റഗ്രാം റീൽസിൽ നിങ്ങൾ ഈ ഒരു സിനിമയും കണ്ടിട്ടുണ്ടാവും. ഇത് ഇദ്ദേഹത്തിന്റെ തന്നെ ഗ്യാങ്സ്റ്റർ കോപ്പ് ഡെവിൽ എന്ന സിനിമയാണ്. വളരെ മികച്ച ഒരു ആക്ഷൻ സിനിമയാണിത്. ഇതുപോലെ ഇദ്ദേഹത്തിന്റെ ചാമ്പ്യൻ, റൗണ്ട് അപ്പ് സീരീസ് തുടങ്ങി ഒരുപാട് നല്ല മികച്ച ആക്ഷൻ സിനിമകളുണ്ട്. ഇതിനെല്ലാം തന്നെ മലയാള സബ് ടൈറ്റിലുമുണ്ട്. നിങ്ങൾക്ക് ഈസിയായി ഡൗൺലോഡ് ചെയ്ത് കാണാം. ഡോൺലി എമ്പുരാൻ സിനിമയിൽ വരുന്നുണ്ടെന്നും അതുപോലെ പ്രഭാസ് സിനിമയിൽ വരുന്നുണ്ടെന്നും ഒരു 3 കൊല്ലം മുമ്പ് ഡോൺലി ലാലേട്ടനെ പറ്റി പറയുന്ന ഒരു ഇന്റർവ്യൂ വൈറലായിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന്റെ ആൻസറിലേക്ക് എത്തണമെങ്കിൽ ഡോൺലിയെ പറ്റി നമ്മൾ കൂടുതൽ അറിയണം. ഡോൺലി യഥാർത്ഥത്തിൽ പൂർണ്ണമായും ഒരു കൊറിയൻ അല്ല. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അമേരിക്കൻ സിറ്റിസനാണ്. 19-ാം വയസ്സ് വരെ ഡോൺലിയും ഫാമിലിയും അമേരിക്കയിലായിരുന്നു. പിന്നീടാണ് കൊറിയയിലേക്ക് പോകുന്നത്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ യഥാർത്ഥ പേര് ലീ ഡോങ് സിയോക്ക് എന്നായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ ഫ്രണ്ട്സ് എല്ലാവരും ആത്മാ ഡോങ് സിയോക്ക് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ ഒരു ഇരട്ട പേരായിരുന്നു അത്. ആത്മ എന്ന വാക്കിന്റെ അർത്ഥം ഡെവിൽ എന്നാണ്. ഈ ഒരു പേര് ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു പേരിന്റെ ഓർമ്മയ്ക്കായി ആത്മയിലെ എയും ഗെയും മാറ്റി മാഡിയോങ് സിയോക്ക് എന്നുള്ള പേര് ഇദ്ദേഹം സ്വീകരിച്ചു. സിനിമയിൽ വന്നതിൽ പിന്നെ പതുക്കെ പതുക്കെ ഇദ്ദേഹത്തെ ഡോൺലി എന്ന് വിളിക്കാൻ തുടങ്ങി. 19-ാം വയസ്സ് വരെ ഇദ്ദേഹം അമേരിക്കയിൽ ടാക്സി ഡ്രൈവറായും കൺസ്ട്രക്ഷൻ സൈറ്റിലുമായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡോൺലിയെ കാണുന്നത് വലിയൊരു ബോഡിയുള്ള ഒരു ബീസ്റ്റ് ആയിട്ടാണ്. എന്നാൽ ആദ്യകാലങ്ങളിൽ ഡോൺലി ഒരു സ്കിന്നി ബോഡി ടൈപ്പ് ആയിരുന്നു. ഇതിന്റെ പേരിൽ മറ്റു കുട്ടികളിൽ നിന്ന് ഒരുപാട് ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട്. പതുക്കെ പതുക്കെ ഇദ്ദേഹം ജിമ്മിൽ പോയി ബോഡി ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. അങ്ങനെ 60 കിലോയിൽ നിന്ന് ഇദ്ദേഹം 120 കിലോയായി ബോഡി ഉയർത്തി. അങ്ങനെ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു ബീസ്റ്റായി മാറി. ശേഷം 10 കൊല്ലം ഇദ്ദേഹം ഫിസിക്കൽ ട്രെയിനറായി ജോലി ചെയ്തിരുന്നു. മാർക്ക് കോൾമാൻ, കെവിൻ റാൻഡൽമാൻ തുടങ്ങിയ ബോക്സേഴ്സിനെല്ലാം ഇദ്ദേഹമാണ് ട്രെയിൻ ചെയ്തത്. ശേഷം ഇദ്ദേഹം കൊറിയയിലേക്ക് പോയി. 2005 കാലഘട്ടത്തിൽ ഹെവൻ സോൾജിയേഴ്സ് എന്ന കൊറിയൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനും ഈ സിനിമയിൽ ഒരു റോള് കിട്ടി. ശേഷം ഇദ്ദേഹത്തിന് ഈ ജോലി വളരെയധികം ഇഷ്ടപ്പെട്ടു. പലരും പറഞ്ഞിരുന്നത് ഈ ഒരു ലുക്ക് വെച്ച് സിനിമയിൽ അധികം റോൾസ് ഒന്നും കിട്ടില്ല, ലിമിറ്റഡ് ആയ റോൾസ് മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ്. എന്നാൽ ഡോൺലി കൂടുതൽ ഓഡീഷനിലേക്ക് പോവുകയാണ്. ഓഡീഷന് പോകാൻ പൈസ ഉണ്ടാക്കാൻ വീണ്ടും പേഴ്സണൽ ട്രെയിനിങ് തുടങ്ങി. അങ്ങനെ സിനിമയിൽ ചെറിയ ചെറിയ റോൾസ് കിട്ടി. അങ്ങനെ ഇദ്ദേഹം പോലീസ് റോളുകൾ ചെയ്തപ്പോൾ കൂടുതൽ ഫേമസ് ആവാൻ തുടങ്ങി. ഡോൺലിയുടെ ചെറുപ്പത്തിൽ പോലീസ് ആകണമെന്നായിരുന്നു ആഗ്രഹം. കാരണം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പണ്ടൊരിക്കലും ഒരു മോഷണം നടന്നിട്ടുണ്ട്. ഇദ്ദേഹം അങ്ങനെ പോലീസ് ആവാനും ട്രൈ ചെയ്തു. അങ്ങനെ 2007-ൽ ഡോൺലി ഒരു ഹോണറി പോലീസ് ഓഫീസറായി. ശേഷം വീണ്ടും സിനിമയിലേക്ക് തന്നെ പോയി. അങ്ങനെ ഇദ്ദേഹം റിയൽ പോലീസിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് സിനിമയിൽ പോലീസ് റോളുകളിൽ യൂസ് ചെയ്തു. അങ്ങനെ ഇദ്ദേഹം കൂടുതൽ ഫേമസ് ആയി. കൊറിയൻ നടന്മാരിൽ തന്നെ വലിയൊരു സ്റ്റാറായി മാറി. ഇദ്ദേഹത്തിന്റെ ബൈസപ്പ് സൈസ് ഏകദേശം 20 ഇഞ്ചാണ്. നമ്മുടെ റോക്ക് അഥവാ ഡ്യുവേൻ ജോൺസൺ ഈ ഒരു ബോഡിയിൽ ഇംപ്രസ്ഡ് ആയി ആം റെസ്ലിംഗിനെ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. ആം റെസ്ലിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ചാമ്പ്യൻ എന്ന സിനിമ കാണണം. ഇതൊരു ആം റെസ്ലിംഗ് മൂവിയാണ്. വളരെ മികച്ചൊരു ഫീൽ ഗുഡ് സിനിമയാണിത്. ഡ്യുവേൻ ജോൺസണും ഡോൺലിയും തമ്മിൽ ഒരു ആം റെസ്ലിംഗ് മാച്ച് അന്ന് നടന്നില്ല. ഡ്യുവേൻ ജോൺസൺ വെറുതെ ഒരു തമാശയ്ക്ക് ഒരു ഇൻവിറ്റേഷൻ നൽകിയതാണ്. യഥാർത്ഥത്തിൽ ഡോൺലി കൊറിയയിൽ ആം റെസ്ലിംഗ് ഡയറക്ടറായി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഡോൺലി വലിയ നടന്മാരിൽ ഒരാളായ സിൽവസ്റ്റർ സ്റ്റലോണിന്റെ വലിയൊരു ഫാനാണ്. ഇദ്ദേഹത്തിന്റെ ബോഡി കണ്ടാണ് ഡോൺലിയും ജിമ്മിൽ പോകാൻ തുടങ്ങിയത്. ഇനി നമുക്ക് മറ്റൊരു ആൻസർ നോക്കാം. 4 കൊല്ലം മുമ്പ് വൈറലായ ഒരു വീഡിയോ ആണിത്. ഇത് ഡോൺലിയുടെ ഒരു ഇന്റർവ്യൂ ആണ്. കൊറിയൻ ഭാഷയിലാണ് ഇന്റർവ്യൂ. തനിക്കിഷ്ടപ്പെട്ട നടന്മാരെ ചോദിച്ചപ്പോൾ ചോയ് മിൻസിക് എന്നും മോഹൻലാൽ സാർ എന്നും ഡോൺലി പറഞ്ഞതായി പറയുന്നു. ഇതിന്റെ ഭാഷ കൊറിയനാണ്. നമ്മൾ കാണുന്നത് സബ് ടൈറ്റിലാണ്. ഈ ഒരു വീഡിയോ ഞാൻ പലതവണ തപ്പി. ഇപ്പോൾ ഇത് എവിടെയും കാണുന്നില്ല. ഉള്ള വീഡിയോയിലാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മോഹൻലാൽ സാർ എന്ന് പറയുന്നത് കാണാം. ഇത് ആ ടൈമിലെ റിവേൽ ആയതാണെങ്കിലും യഥാർത്ഥത്തിൽ ഡോൺലി പറഞ്ഞത് നമ്മുടെ ലാലേട്ടനെ പറ്റിയല്ല. ഡോൺലിയോട് ഫേവറേറ്റ് ഫുഡുകളെ പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഫുഡുകളുടെ പേരാണത്. ആ ഒരു ശബ്ദവും താഴെ സബ് ടൈറ്റിലും എഴുതിയപ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു.
അടുത്തത് എംപുരാനിൽ ഡോൺലി വരുമോ എന്നുള്ളതാണ്. ഡോൺലിയുടെ സാലറി 4 കോടി രൂപയാണ്. നമ്മുടെ ഒറിജിനൽ ലാലേട്ടന് ഇതിൽ കൂടുതൽ സാലറി ഉണ്ട്. ഡോൺലിക്ക് സാലറി കൊടുക്കാനുള്ള കപ്പാസിറ്റി മലയാള സിനിമയ്ക്കുണ്ടെങ്കിലും അതിൽ ഡോൺലിയുടെ ഇൻട്രസ്റ്റ് കൂടി വേണം. കൊറിയൻ സിനിമയിലും ഹോളിവുഡിലും അല്ലാതെ മറ്റ് ഭാഷകളിൽ അങ്ങനെ ഡോൺലി അഭിനയിച്ചിട്ടില്ല. മാത്രമല്ല ഡോൺലി ചില പ്രത്യേക ക്യാരക്ടേഴ്സിനെ മാത്രമേ സെലക്ട് ചെയ്യുകയുള്ളൂ. അഥവാ ഡോൺലി വരികയാണെങ്കിൽ എംപുരാനിൽ ഒരു മുഴുനീള റോളായി ഒരിക്കലും വരില്ല, ചെറിയ സീനുകളിൽ വന്നേക്കാം. അടുത്തത് പ്രഭാസിന്റെ സിനിമയാണ്. പ്രഭാസിന്റെ ഒരു ബോളിവുഡ് സിനിമയാണ്. ലോകത്തിൽ തന്നെ ഹോളിവുഡ് ഇൻഡസ്ട്രി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ബോളിവുഡ് ഇൻഡസ്ട്രി. ബോളിവുഡിൽ നിന്ന് ഡോൺലിയെ വിളിച്ചാൽ ചെറിയൊരു ചാൻസ് ഉണ്ടെങ്കിലും ഡോൺലിയുടെ ഇൻട്രസ്റ്റും ക്യാരക്ടറും നോക്കി മാത്രമേ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുകയുള്ളൂ. ഡോൺലിക്ക് ടീം ഗൊറില്ല എന്ന പേരിൽ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതിനും സിനിമ ഉണ്ടാക്കുന്നതിനും സ്വന്തമായ ഒരു ടീം തന്നെയുണ്ട്. നല്ല സ്ക്രിപ്റ്റും ക്യാരക്ടറുമാണെങ്കിൽ ഡോൺലിയെ കൊണ്ടുവരാം. ഇതിനു മുമ്പ് ബോളിവുഡിൽ ഹോളിവുഡ് നടന്മാരെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും വിൽ സ്മിത്ത് അടക്കം സിൽവസ്റ്റർ സ്റ്റലോൺ വരെ വന്നിട്ടുണ്ട്. 자기야, 야 성경아, 줄 수 있는 거지? 자, 얼른 가. 여기 좀 마지막에